ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വന്ന വ്യക്തി നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹി ഇലാമ തദഉ, അല്ലാഹുവിൻ്റെ റസൂലേ അങ്ങ് എന്തിലേക്കാണ് ക്ഷണിക്കുന്നത്? ഖാല, അവിടുന്ന് പറഞ്ഞു, അദ്ഉ ഇലല്ലാഹി വഹ്ദഹു, ഞാൻ ഏകനായ അല്ലാഹുവിങ്കലേക്കാണ് ക്ഷണിക്കുന്നത്. ആരാണ് ആ അല്ലാഹ്? ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്ന ഏകനായ അല്ലാഹ് ആരാണ്? അല്ലദീ ഇൻ മസ്സക ദുർറുൻ ഫദഅതഹു കശഫ അൻക, നിനക്ക് വല്ല ബുദ്ധിമുട്ടുകളും ബാധിച്ചിട്ട് നീ അവനെ വിളിച്ച് തേടിയാൽ നിന്റെ പ്രയാസങ്ങളെ നീക്കിത്തരുന്ന റബ്ബാണ് ഞാൻ പരിചയപ്പെടുത്തുന്ന അല്ലാഹ്. വല്ലദീൻ അദലൽത ബിഅർദിൻ ഖഫിരിൻ ഫദഅതഹു റദ്ദ അലൈക, പിന്നെ എങ്ങനത്തെ റബ്ബാണ്? നീ ഒരു വിജനമായ മരുഭൂമിയിലോ പ്രദേശത്തോ നീ പെട്ടുകഴിഞ്ഞ് നിന്റെ വാഹനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, വഴിതെറ്റിപ്പോയാൽ നിന്നെ യഥാർത്ഥമായ ദിശയിലേക്ക് നിന്റെ വാഹനത്തെ മടക്കിത്തരുന്ന റബ്ബ്, ആ റബ്ബിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത്. അതുപോലെ തന്നെ വല്ലദീൻ അസ്വാബത്ക സന ഫദഅതഹു, അതേ നിനക്ക് വല്ല ക്ഷാമവും നേരിട്ട് കഴിഞ്ഞ് നീ ആ റബ്ബിനോട് ആ ക്ഷാമത്തിൽ നിന്ന് മോക്ഷം കിട്ടാൻ വേണ്ടി തേടിയാൽ നിനക്ക് ഉൽപ്പന്നങ്ങളെ മുളപ്പിച്ചു തരുന്ന റബ്ബാണവൻ. ഇതല്ലാതെ സർവശക്തനായ റബ്ബല്ലാതെ ആ നിലക്ക് നിനക്ക് ഒരു ശക്തിയും ഇല്ല. പരിശുദ്ധ ഖുർആൻ ഈ സമൂഹത്തോട് ഏത് കാലഘട്ടങ്ങളിലും ഉറക്കെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയും നോക്കൂ, പരിശുദ്ധ ഖുർആൻ പറയുന്നു, അമ്മൻ യഹ്ദീകും ഫീ ളുലുമാത്തിൽ ബർരി വൽ ബഹരി വമൻ യുർസിലുർ റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി അഇലാഹും അല്ലാഹ് തആല അല്ലാഹു അമ്മാ യുശ്രികൂൻ. അല്ലാഹ് ചോദിക്കുന്നു, ബർറിലും ബഹറിലും അഥവാ കരയിലും കടലിലുമൊക്കെയുള്ള അന്ധകാരങ്ങളിൽ പെട്ട് നിങ്ങൾ ഉഴലുമ്പോൾ, വഴിയറിയാതെ വിഷമിക്കുമ്പോൾ, ഇരുട്ടിൽപ്പെട്ട് നിങ്ങൾ പ്രയാസപ്പെടുമ്പോൾ, സമുദ്രത്തിലാവട്ടെ കരയിലാവട്ടെ, അതേ കരയിലാവട്ടെ കടലിലാവട്ടെ, നിങ്ങൾക്ക് ദിശാബോധം നൽകുന്നവൻ, നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നവൻ ആരുണ്ടടോ? അല്ലാഹുവിൻ്റെ അനുഗ്രഹമായ മഴയെ അവൻ അയക്കുമ്പോൾ, ആ മഴ വരുന്നു എന്നുള്ളതിൻ്റെ മുന്നോടിയായി കൊണ്ട് സുവിശേഷമായി അയക്കപ്പെടുന്ന കാറ്റുകളെ അയക്കുന്നവൻ അല്ലാഹുവല്ലാതെ ആരുണ്ട്? ഇലാഹും അല്ലാഹ്, അള്ളാന്റെ കൂടെ വേറെ വല്ല ഇലാഹുമുണ്ടോ? തആലല്ലാഹു അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അല്ലാഹു അത്യുന്നതൻ തന്നെ. ഇസ്ലാം പടച്ച റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന തത്വം ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ പഠിപ്പിച്ചു. അതേ മഹാത്മാക്കളോട് പ്രാർത്ഥിച്ചിരുന്ന, മഹത്തുക്കളുടെ പേരിൽ വിഗ്രഹങ്ങൾ വെച്ചും അല്ലാതെയും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു സമൂഹത്തോട് അവരുടെ ഭാവി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ യാത്ര വളരെ ഹൈറുള്ളതാണോ അതോ പ്രയാസകരമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി വിഗ്രഹങ്ങളെ സമീപിച്ചുകൊണ്ട് അതേ രക്ഷാശിക്ഷകളുടെ കാര്യത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നവർ അല്ലാത്തവർ, അങ്ങനെ സർവ്വവിധത്തിലുള്ള ജനതയോടും ഇസ്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു, പടച്ച റബ്ബല്ലാതെ നിനക്ക് രക്ഷകനില്ല, നിനക്ക് സഹായിയായി കൊണ്ട് അല്ലാഹ് മാത്രമേയുള്ളൂ, നിനക്ക് പ്രാർത്ഥിക്കപ്പെടാൻ ഒരേ ഒരു ശക്തിയേ നിന്റെ മുമ്പിലുള്ളൂ, അത് അല്ലാഹു റബ്ബുൽ ആലമീൻ. അതാണ് ലോക മുസ്ലിമീങ്ങളൊക്കെയും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആദർശത്തിലൂടെ നമസ്കാരത്തിലൂടെ തീർത്തും എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് പറയാനുള്ളത് ലോകത്തോട് മുഴുവൻ അത് വിളിച്ചു പറഞ്ഞത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഖുൽ, നബിയെ പറയൂ, ഇന്നമാ ദുഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, എൻ്റെ റബ്ബിനോട് മാത്രമേ ഞാൻ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഞാൻ ആരെയും പങ്കു ചേർക്കുന്നതല്ല. ആരെയും എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാവരും പെട്ടു. മഹാന്മാരായ അമ്പിയാക്കൾ പെട്ടു, ഔലിയാക്കൾ പെട്ടു, അതുപോലെ തന്നെ മലക്കുകൾ പെട്ടു, ജിന്നുകൾ പെട്ടു, സർവ്വരൂപത്തിലുള്ള വസ്തുക്കളും വ്യക്തികളും ശക്തികളും പെട്ടു.
ഒരു ശക്തിയോടും വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ, ആരോടും വിളിച്ചു തേടിക്കൂടാ. ഇസ്ലാമിൻ്റെ ആ കണിശമായ തത്വത്തിന് ഒരു കാലത്തും ഒരു മാറ്റവുമില്ല. സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആര് പുറത്തു നിന്ന് എന്ത് പ്രചരിപ്പിച്ചാലും ഏത് കാലഘട്ടത്തിലും മുജാഹിദുകൾ സമൂഹത്തോട് പറയുന്ന ഏറ്റവും വളരെ കൃത്യമായ പ്രഖ്യാപനം എന്താണെന്നോ അത് നിങ്ങൾ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കി വെച്ചോ. സൃഷ്ടാവായ അല്ലാഹുവിന് പുറമേ മുജാഹിദുകൾക്ക് പറയാനുള്ളതാ പറയുന്നത്. ഇതിലാരും തർക്കിച്ചിട്ട് പ്രയോജനമില്ല. ഇതിലാരെങ്കിലും വല്ലതും ഉണ്ട് എന്ന് ആരോപണം നടത്തിയിട്ട് പ്രയോജനമില്ല. മുജാഹിദുകൾ ഏത് കാലഘട്ടത്തിലും എന്നും അതേ ഇന്നും ഏത് കാലഘട്ടത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകടമായ വളരെ വ്യക്തമായ ഒരു ആദർശമുണ്ട്. അതെന്താ? സൃഷ്ടാവായ അല്ലാഹുവിന് പുറമേ ഏതൊരു സൃഷ്ടിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും ഇസ്തിഗാസ നടത്തുന്നതും അതും മലക്കായാലും ശരി ജിന്നായാലും ശരി ശിർക്ക് തന്നെ. അതിലൊരു സംശയവും വേണ്ട. അത് വിജനപ്രദേശത്തോ ധനപ്രദേശത്ത് വെച്ചോ എവിടെയായാലും അല്ലാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാനും സഹായം തേടാനും പാടുള്ളൂ എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഏകദൈവാരാധനയുടെ അഥവാ തൗഹീദിന്റെ കാതൽ.